അമ്മേ ശരിക്കും ഞാൻ പേടിച്ചു പോയിട്ടോ. ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് വേറൊന്നുമല്ല, നാളെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുക. ഒരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഫ്ലാറ്റിലേക്ക്, ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു 11 കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു. പീലി ഇന്ന് മിന്നമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പീലി ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ഉറങ്ങുന്ന ആളൊന്നും ഉറങ്ങിയിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പോയി വിഷ് ചെയ്യാം. അമ്മയും കൂടെ റെഡി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അമ്മയും കൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പോവും. ഇനി കാണാം. സ്കൂളിൽ പോകുന്ന ആൾ ഡെയിലി 8:30-8:45 ഉറങ്ങുന്ന ആളത് മിന്നമ്മയുടെ ബർത്ത്ഡേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നടക്കുവാണ്. 8 മണിക്ക് കിടന്ന് 8:45 ഉറക്കം പിടിക്കുന്ന പീലിയാണ് ഈ നിൽക്കുന്നത്. നമ്മളെത്തി. എനിക്ക് വാ, കേക്ക് കൊടുക്കണ്ടേ, സർപ്രൈസ് ചെയ്യണ്ടേ? മിന്നമ്മയ്ക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരുന്ന ആള് ദേ ഉറങ്ങുന്നു. വാ, എഴുന്നേക്ക്, വാ, വാടാ, വായോ, വാ. ഹാപ്പി ബർത്ത്ഡേ ബേബി ഷോത്തെ, ബാബി ഷോത്തെ, ഡിജെ ബാബി ഷോ. മമ്മി ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഓപ്പൺ ചെയ്യൂ. ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യൂ. എന്താണ് ഗിഫ്റ്റ്? ഡിജയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഡിജെ അത് എന്താന്ന് ചോദിക്കൂ. തുറക്ക്, അതിന്റെ ഇതും ഫോണിലേക്കുള്ളതും. ഹലോ മാഡം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നട്ടപ്പാതിരാത്രി കയറി വന്ന് ഇത്രയും വലിയൊരു സർപ്രൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ അതിനേക്കാളും നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മാൻഡേറ്ററി ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമായിരുന്നു. അശ്വിനോട് ഞാൻ കാഷ്വലായിട്ട് അത് പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മ, ലാലു, വാവ, പിലാൻസ്, പീലി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, പീലിയും ഡിജി. ഹായ്, അപ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഒരാള് ഉറങ്ങാറായി, ഒരാൾ ഉറങ്ങാൻ പോകും. ഒരു ബർത്ത്ഡേ വിഷ് ഇവിടെ ഫോണില് സ്ക്രീനിലുണ്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ബൈ. താങ്ക് യു. ബൈ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ഉമ്മ, ടാറ്റ, ബൈ ബൈ.